എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് 8 പീസ് ചിക്കൻ, 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഒരു കുക്കറിലിട്ട് 2 വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ 3 എഗ് വൈറ്റ് വെച്ച് മയോണൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വേവിച്ചെടുത്ത ചിക്കൻ്റെ ചൂടാറിയ ശേഷം അതിൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ട് മിക്സിയിലിട്ട് പതുക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അധികം പൊടിയാണ്ട് ശ്രദ്ധിക്കണം. മിക്സിയിൽ ഇട്ട് മിക്സിയിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിന് പകരം കൈ കൊണ്ട് ചെറിയ ചെറിയ പീസായിട്ട് നുള്ളി എടുത്താലും മതി. ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്ത ഈ ചിക്കൻ ഒരു ഫ്രൈ പാനിൽ ഇട്ടിട്ട് എണ്ണ ഒഴിക്കാണ്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ക്യാബേജ്, 1/4 കപ്പ് ക്യാരറ്റ്, പിന്നെ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തക്കാളിയുടെ കുരുവും അതിൻ്റെ സോഫ്റ്റായി ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഭാഗവും മാറ്റി ചെറിയ പീസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ക്യാപ്സിക്കം, 1/4 കപ്പ് സബോള, 1/4 കപ്പ് മല്ലിയില, 4 പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെജിറ്റബിൾസ് മിക്സ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് മാത്രം മിക്സ് ചെയ്യുക. കുറച്ച് വെജിറ്റബിൾസ് മതി. നമ്മളിപ്പോൾ ചെയ്യണത് ചിക്കൻ സാൻഡ്വിച്ച് ആണ്, അപ്പോൾ ചിക്കനാണ് കൂടുതൽ വേണ്ടത്, വെജിറ്റബിൾസ് കുറവ് മതി. പിന്നെ ഞാനിവിടെ ചിക്കൻ മിക്സിയിൽ അടിച്ചെടുത്തപ്പോൾ കുറച്ച് കൂടുതലായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ്റെ പീസ് ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടണം വെജിറ്റബിൾസിൻ്റെ ഇടയിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചിക്കൻ കത്തി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് നുള്ളി എടുക്കണം തന്നെയാണ് നല്ലത്. ചിക്കനും വെജിറ്റബിൾസും ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മയോണൈസ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൽ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർക്കാം. പിന്നെ ഉപ്പും മുളകും ആവശ്യമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഒരു ഫ്രൈ പാൻ ചൂടായപ്പോൾ അതിൽ ബട്ടർ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ ബ്രെഡിൻ്റെ 2 പുറവും ചെറുതായിട്ടൊന്ന് നമുക്ക് മൊരിയിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജ് മയോണൈസ് ആ മിക്സ് ഇതിൻ്റെ ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ ഇത് നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. ഇതിനി ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.